കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഉലൂഖല ബന്ധനമാണ്. അതിനുശേഷം എല്ലാവർക്കും ചില സംശയങ്ങളൊക്കെ തോന്നിത്തുടങ്ങി. അതായത് എന്തോ ഒരു ആപത്ത് ഗോകുലത്തിൽ പതിയിരിക്കുന്നുണ്ട്. കാരണം നിരന്തരം ഓരോ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ കൂടിക്കൂടി വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ക്ഷമയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. ഹരേ കൃഷ്ണ. പശുക്കൾക്ക് തിന്നുവാനുള്ള പുല്ലും മേയാനുള്ള സ്ഥലവും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും സൗകര്യമായി എവിടെ ലഭിക്കുന്നുവോ അവിടെ പോയി താമസിക്കുക എന്നുള്ളതാണ് ഈ ഗോപാലന്മാരുടെ ഒരു ജീവിത രീതി. അതായത് സ്ഥിരമായി ഒരു സ്ഥലത്തു തന്നെ താമസിക്കുന്ന പതിവ് അവർക്കില്ല. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുള്ള പ്രദേശം എവിടെയാണോ അവിടെ പോയി താമസിക്കുക, കൂട്ടം കൂട്ടമായി താമസിക്കുക. അവർക്കൊരു നേതാവുണ്ടാകും, ആ നേതാവ് പറയുന്നതനുസരിച്ചിട്ട് ചെയ്യുക. അതാണ് അവരുടെ ഒരു രീതി. ഇവിടെ ഈ ഗോപന്മാരുടെ നേതാവ് നന്ദഗോപരാണ്. നന്ദഗോപര് പറയുന്ന അനുസരിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ കാലമായിട്ട് ഈ ഗോകുലത്തിൽ നിരന്തരമായ ആപത്തുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പശുക്കൾക്ക് തിന്നാനുള്ള പുല്ലും വളരെയധികം കുറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ഈ നന്ദഗോപരുടെ ഒരു സ്നേഹിതനും ബന്ധുവുമായ ഉപനന്ദൻ എന്ന് പറയുന്ന ഒരു ഗോപാലൻ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. നാം ഈ അമ്പാടിയിൽ താമസം തുടങ്ങിയിട്ട് കുറേ കാലമായി. അന്ന് ഇത് നല്ല ഒരു വനപ്രദേശമായിരുന്നു. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഈ വനപ്രദേശത്തിന് ഒരു ഗ്രാമത്തിൻ്റെ മുഖച്ഛായ ലഭിക്കുകയും ചെയ്തു. ഈ വനപ്രദേശത്തിൻ്റെ പേര് അമ്പാടി എന്നായി മാറുകയും ചെയ്തു. എന്നാൽ ഇത് ഇന്നൊരു പേടിക്കുന്ന വാടിയായി തീർന്നു. എപ്പോഴും ആപത്തുകളാണ്. 15 ദിവസം മാത്രം പ്രായമുള്ള കൊച്ചു കുഞ്ഞിനെ വരെ ഉപദ്രവിക്കാനായിട്ട് അസുരന്മാർ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? കുഞ്ഞിന് വിഷം തേച്ച മുലപ്പാല് കൊടുത്തു കൊല്ലാൻ ദുഷ്ടരാക്ഷസി ഒരുങ്ങിയതും നമ്മൾ കണ്ടു. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടി. എത്ര അസുരന്മാർ വന്നു. ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും കാലം രക്ഷപ്പെട്ടു പോയത്. ഇപ്പോൾ ഇവിടെ പശുക്കൾക്ക് തിന്നുവാനുള്ള പുല്ലും വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നിന്നും കുറച്ച് പടിഞ്ഞാട്ട് മാറിയിട്ട് വൃന്ദാവനം എന്ന പേരിൽ ഒരു മനോഹരമായ ഒരു വനപ്രദേശമുണ്ട്. പശുക്കൾക്ക് മേയാനുള്ള പുൽത്തകിടികളും പുല്ലുകളും അവിടെ ധാരാളമായിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കാളിന്തി അവിടെയും ഒഴുകുന്നുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ഗോവർദ്ധനം എന്ന പർവ്വതവും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രദേശമാണ്. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. മറ്റ് ശത്രുക്കളുടെ ശല്യങ്ങളൊന്നുമില്ലാതെ നമുക്കവിടെ സമാധാനമായി ജീവിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി താമസിക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം പറയുക എന്ന് ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി തോന്നുകയും അങ്ങനെ അവരെല്ലാവരും കൂടി അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് മാറി താമസിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതിനുശേഷം എല്ലാവരും അവരവരുടെ സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് കുടുംബത്തോടു കൂടി വൃന്ദാവനം എന്ന വനപ്രദേശത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവിടെ ഒരു കൊച്ചു ഗ്രാമം അവർ സൃഷ്ടിക്കുന്നു. വൃന്ദാവനത്തിൽ ചെന്നതിനു ശേഷം, അതായത് അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിൽ ചെന്നതിനു ശേഷം കൃഷ്ണൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. പഴയ കുസൃതികളൊക്കെ മാറിയിട്ട് കൂട്ടുകാരുടെ കൂടെ കാലികളെ മേയ്ക്കാനും കളിച്ചു രസിക്കാനും ഒക്കെ തുടങ്ങി. ഗോപസ്ത്രീകളോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ട് തുടങ്ങി. തമാശകളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുവാനും തുടങ്ങി.
വലിയൊരു മാറ്റമാണ് കുട്ടിക്ക് ഉണ്ടായത്. അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് ചെന്നതിനു ശേഷം എല്ലാവരുടെയും മനസ്സ് കവരുകയും കുട്ടികളുടെ ഒരു കൊച്ചു നേതാവായി തീരുകയും ഗോപസ്ത്രീകളുടെ പ്രിയപ്പെട്ട കണ്ണനായി മാറുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ. സമപ്രായക്കാരായ ബാലന്മാർ കോലുകളുമേന്തി പശുക്കുട്ടികളെ തെളിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ പുൽത്തകിടികളിലേക്ക് പോകുന്ന സമയത്ത് കൂടെ രാമനും കൃഷ്ണനും അവരെ അനുഗമിക്കുവാൻ തുടങ്ങി. അത് വംശത്തൊഴിലായതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അതിന് യാതൊരു വിരോധവും പറഞ്ഞതുമില്ല. പശുക്കളെ മേയ്ക്കാൻ പോകുന്ന ഗോപാലന്മാർക്കെല്ലാവർക്കും തന്നെ ഓരോ ഓടക്കുഴലുണ്ട്. പശുക്കൾ മേഞ്ഞു നടക്കുന്ന സമയത്ത് ഈ ഗോപാലന്മാർ അവരുടെ ഓടക്കുഴലും ഊതിക്കൊണ്ട് മരങ്ങളുടെ തണലിൽ ഇരിക്കും. അതാണ് അവരുടെ ഒരു രീതി. കൃഷ്ണന് അങ്ങനെ ഒരു ഓടക്കുഴൽ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. ആ ആഗ്രഹം കുട്ടി ആരെ അറിയിക്കുന്നു? അച്ഛനെ അറിയിക്കുന്നു. കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കണം. അക്കാര്യത്തിൽ നന്ദഗോപർക്ക് വലിയ നിർബന്ധമാണ്. അങ്ങനെ അതിമനോഹരമായ ഒരു ഓടക്കുഴൽ നന്ദഗോപര് കൃഷ്ണന് വേണ്ടി ഉണ്ടാക്കിച്ചു കൊടുക്കുന്നു. നാദബ്രഹ്മമൂർത്തിയായ ആ കൊച്ചു യാദവകുമാരന് ആ വേണുവിൽ കൂടി മനോഹരമായ സംഗീതങ്ങൾ ഉതിർക്കുന്നതിന് ഒരു ആചാര്യൻ്റെയും സഹായം ആവശ്യമായി വന്നില്ല. ജന്മവാസന കൊണ്ടാണ് ഉണ്ണി തന്നെത്താൻ കുഴലൂതാൻ പഠിച്ചത് എന്ന് മാതാപിതാക്കൾ അഭിമാനത്തോടുകൂടി പറയുകയും ചെയ്തു. തൻ്റെ വേണുവിലൂടെ അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് കൃഷ്ണൻ ഗോപസ്ത്രീകളുടെയും ഗോപന്മാരുടെയും പശുക്കിടാങ്ങളുടെയും എല്ലാവരുടെയും മനം ആകർഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ആരോമലുണ്ണിയായി കൃഷ്ണൻ അങ്ങനെ വൃന്ദാവനത്തിൽ വളരുകയാണ്. അങ്ങനെ കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഇത്തരത്തിൽ വളരുന്ന കാലത്ത് ഒരു ദിവസം മധുരയിൽ വസുദേവ മന്ദിരത്തിൽ വെച്ചിട്ട് പെറ്റമ്മയായ ദേവകി പുത്രദുഃഖത്താൽ ഭർത്താവിനോട് പറയുകയാണ്, നാഥ, നമ്മുടെ കുഞ്ഞിപ്പോൾ എവിടെയാണ്? അമ്പാടിയിൽ തന്നെയുണ്ടോ? ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് വലിയ മോഹമാണ്. ഈ ജന്മം എനിക്കതിന് സാധിക്കുമോ? പ്രസവത്തോടുകൂടി എന്നെ വിട്ടു പിരിഞ്ഞു പോയ ആ പൊന്നു കൺമണിയെ എനിക്ക് കാണുവാൻ ഭാഗ്യമുണ്ടാകുമോ? ഏതാണ്ട് 5 വർഷമായിരിക്കുന്നു. എൻ്റെ പൊന്നു മകനെ, നീ എവിടെയാണ് എന്ന് പറഞ്ഞ് ആ അമ്മ കരയുകയാണ്. വസുദേവര് സമാധാനപ്പെടുത്തുന്നു. ദേവകി, ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കും. എല്ലാം വിധിയാണ് എന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കും. ദുഷ്ടനായ കംസൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മുടെ ആഗ്രഹം എങ്ങനെ സാധിക്കാനാണ്? നന്ദഗോപരും മറ്റുള്ളവരുമൊക്കെ ഇപ്പോൾ അമ്പാടി വെടിഞ്ഞിട്ട് വൃന്ദാവനം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ആ വിവരം പുരോഹിതന്മാരിൽ നിന്ന് രഹസ്യമായി ഞാൻ അറിഞ്ഞു. അവിടെ നമ്മുടെ ഉണ്ണികൾ രാമനും കൃഷ്ണനും സുഖമായി തന്നെ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ വസുദേവര് ദേവകിയോട് പറയുന്നു, പ്രസവച്ചോര ഉണങ്ങുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞ് എന്നെ വിട്ടു പിരിഞ്ഞല്ലോ. ഒരു തുള്ളി മുലപ്പാല് അതിന് കൊടുക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. ഞാൻ പെറ്റു, യശോദ വളർത്തി, അവളാണ് ഭാഗ്യവതി. ഇങ്ങനെ ദേവകി സങ്കടപ്പെടുകയാണ്. കണ്ണുനീർ തുടച്ചുകൊണ്ട് വസുദേവര് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദേവകിയെ സമാധാനപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നില്ല. അദ്ദേഹം അശക്തനായിരുന്നു. ആ സമയത്ത് വൃന്ദാവനത്തിലെ യശോദ, കൃഷ്ണൻ്റെ പൊന്നമ്മ, എല്ലാ ദിവസവും രാവിലെ മകനെ കുളിപ്പിച്ചിട്ട് അഞ്ജനം കൊണ്ട് കണ്ണുകൾ എഴുതി ഗോപീചന്ദന കുറികളും തൊടുവിച്ച് കറുത്തു ചുരുണ്ട് തിങ്ങി നിറഞ്ഞിരുന്ന ആ മുടി
കോതി കെട്ടി അതിൽ മയിൽപ്പീലികൾ തിരുകി കൊച്ചു മഞ്ഞപ്പട്ട് ചുറ്റി ഉടുപ്പിച്ചിട്ട് അതിൻ്റെ മീതെ കാഞ്ചിയും കെട്ടി കനക കിങ്കിണികളും പൊന്മാലകളും തരിവളകളും അണിയിച്ചിട്ട് തൈരും വെണ്ണയും ചേർത്തിട്ടുള്ള സ്വാദേറിയ ഭക്ഷണവും നൽകി ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരു പൊതിയായി കെട്ടി കയ്യിൽ കൊടുത്തിട്ട് കുറേ ഉമ്മകളുമൊക്കെ കൊടുത്ത് കാലികളെ മേയ്ക്കാനായി മറ്റ് ഗോപബാലന്മാരുടെയും രാമൻ്റെയും കൂടെ എല്ലാ ദിവസവും കാട്ടിലേക്ക് പറഞ്ഞയക്കും. കൃഷ്ണൻ ഓടക്കുഴലും കാലിക്കോലും എടുത്തുകൊണ്ട് അവരുടെ കൂടെ യാത്രയാകും. എല്ലാവരും കൂടി വനത്തിലെത്തി ഗോക്കളെയും കിടാങ്ങളെയും മേയാൻ പുൽത്തകിടിയിൽ വിട്ടിട്ട് പ്രായഭേദമനുസരിച്ചിട്ട് പല വിഭാഗങ്ങളായി തിരിഞ്ഞിട്ട് കളിക്കുവാൻ തുടങ്ങും. ഉച്ചയ്ക്ക് പൊതിച്ചോറെടുത്ത് അഴിച്ച് പല നേരം പോക്കുകളുമൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നിരുന്ന് കഴിക്കുകയും ചെയ്യും. അതിനുശേഷം പശുക്കളെയെല്ലാം മാടി വിളിച്ച് ആറ്റിലിറക്കി വെള്ളം കുടിപ്പിച്ചിട്ട് വീണ്ടും മേയാനായിട്ട് അയക്കും. പിന്നെയും അവർ കളിക്കും. ആ കളികളിലെല്ലാം തന്നെ കൃഷ്ണനായിരുന്നു മുമ്പനായ പ്രമാണി. ജ്യേഷ്ഠനായ ബലരാമന് കളിക്കാര്യത്തിൽ അനുജൻ്റെ വരുതിയിൽ നിൽക്കേണ്ടതായിട്ടാണ് പലപ്പോഴും വരുന്നത്. ജ്യേഷ്ഠന് അത് സന്തോഷമായിരുന്നു താനും. വൈകിട്ട് സൂര്യൻ അസ്തമിക്കാറാകുന്ന സമയത്ത് കൊണ്ടുപോയ മാടുകളെയും കിടാങ്ങളെയും ഒക്കെ തിരിച്ചു വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മമാരെ ഏൽപ്പിക്കും. കൃഷ്ണനെ യശോദ അപ്പോൾ തന്നെ കുളിപ്പിച്ചിട്ട് മധുരമായ ആഹാരവും കൊടുത്ത് സന്തോഷിപ്പിക്കും. രാത്രിയിൽ കൃഷ്ണൻ അച്ഛൻ്റെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് കൃഷ്ണൻ വൃന്ദാവനത്തിലെ എല്ലാ വീടുകളിലും ഒന്ന് ചുറ്റിയടിക്കും. എല്ലാ വീടുകളിലും ചെല്ലും. എന്നിട്ട് അവിടെയുള്ള സ്ത്രീജനങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കും. ചിലപ്പോൾ ഓടക്കുഴലൊക്കെ ഊതി അവരെ രസിപ്പിക്കും. അതിനുശേഷം തിരിച്ചു വന്ന് അച്ഛൻ്റെ കൂടെ കിടന്ന് സുഖമായി ഉറങ്ങുകയും ചെയ്യും. ഇതാണ് വൃന്ദാവനത്തിൽ ആ സമയം സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നത്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഭഗവാന്റെ ഒരു ദിവസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും കൃഷ്ണൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്നുവോ? നിങ്ങൾ ആരായിരുന്നു? യശോദയായിരുന്നോ? അതോ ഒരു പശുക്കുട്ടിയായിരുന്നോ? അതോ കൃഷ്ണൻ്റെ വരവും കാത്തിരിക്കുന്ന ഗോപസ്ത്രീയായിരുന്നോ? അതോ കൃഷ്ണൻ്റെ കൂട്ടുകാരായിരുന്നോ? ആരായിരുന്നു നിങ്ങൾ? ആരാകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? അക്കാര്യം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, കൃഷ്ണനെ സ്നേഹിക്കുക. ഹരേ കൃഷ്ണ.